ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അപ്പോൾ രാവിലെ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡലിക്ക് ഉഴുന്നും പച്ചരിക്ക് പകരം നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഡൗട്ടുണ്ടാകും, പൊങ്ങി ഇങ്ങനെ വരുമോ, അതിങ്ങനെ ശരിയാവുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്കും ഡൗട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അത് അങ്ങനെ വരുമോ, നന്നായിട്ട് വരുമോ എന്ന്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം. രണ്ടാമത് ഞാനൊന്ന് അളവൊന്ന് മാറ്റി പിടിച്ച് നോക്കിയപ്പോഴേക്കും പക്ഷേ കുറച്ച് ഹാർഡായിപ്പോയി ഇഡലി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ഇങ്ങനെ ഇത് പൊങ്ങി വന്നോന്ന്, മാവ് കറക്റ്റായിട്ട് വന്നോന്ന് നോക്കാൻ ആദ്യം പോകുന്നത്. രാത്രി കിടക്കുമ്പോഴും ആ ഒരു ചിന്തയാണ്, അത് റെഡിയായി കാണുമോ അങ്ങനെ. ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി. അപ്പോൾ അതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും നമ്മൾ പൊങ്ങി വന്നാൽ അത് താന്നു പോകത്തില്ലേ, അത് കാണുമ്പോഴൊരു ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് ഉപ്പൊക്കെ ഇട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കുന്നില്ലെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് പുളിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഉഴുന്ന് വെള്ളത്തിലിട്ടാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇത്ര ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഇടുമ്പം നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം ഉലുവ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു ഗ്ലാസ്സിന് ഉഴുന്നിന് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ വറുക്കാത്ത സാധാ കടയിൽ കിട്ടുന്ന അരിപ്പൊടിയില്ല, അതാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി ഇട്ടാൽ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ഗ്ലാസ്സിന് കറക്റ്റ് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് സാധാ വെള്ളത്തിൽ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സേ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ പല പച്ചരിയുടെ അരിപ്പൊടി ആകുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പം ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു 1.5 ഗ്ലാസ് വെള്ളമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയെല്ലാം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് ഇങ്ങനെ ഒരു ടെക്സ്ചറാവും. നമുക്ക് ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു ഇതാവത്തില്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ടൈറ്റായിട്ടുള്ളത്. അപ്പം ഇത് രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്നു വന്നു. അപ്പോൾ ഞാനിത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉഴുന്ന് 2 സെക്ഷനായിട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ഒന്നായിട്ട് അരയ്ക്കാൻ പറ്റുന്ന വലിയ മിക്സ് ചെയ്താണെങ്കിൽ അങ്ങനെ അരച്ചാലും മതി. അപ്പം ഞാനിപ്പോൾ കുറച്ച് എടുത്ത് ഒന്ന് അരച്ചിട്ട് രണ്ടാമത്തെ സെക്ഷൻ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല സോഫ്റ്റ് ആവും, പുളിക്കാനൊക്കെ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത് എടുക്കുമ്പം ഒരു 1/2 കപ്പ് മതി, കുറച്ച് ചോറ് മതി. ഇപ്പം നമ്മൾ ചോറ് കൂടുതലായി എടുക്കുന്നെങ്കിലും അത് അത്ര ശരിയാവത്തില്ല. നമ്മൾ കുറച്ച് ചോറ് എടുക്കാവുള്ളൂ, അന്ന് വെച്ച ചോറ് ഇപ്പോൾ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ചോറൊക്കെ ഇട്ടിട്ട് ഉഴുന്നും രണ്ടാമത്തെ സെക്ഷൻ ഉഴുന്നും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് കേട്ടോ അരയ്ക്കാൻ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് വെള്ളം ഇഡലിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ലല്ലോ, കുറച്ചൊരു തിക്കായിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ മാവ് ഇളക്കുന്ന സമയത്ത് ഇത്തിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് പുളിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്പൂൺ വെച്ചല്ല, ഞാൻ കൈ വെച്ചിട്ടാണ് ഇളക്കുക. അപ്പം ചിലർക്ക് കൈ വെച്ചിട്ട് ഇളക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ പിന്നെ അത് എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ കട്ടയെല്ലാം മാറുന്നതിന് വരെ നന്നായിട്ട് കൈ വെച്ച് ഇളക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്നത് പണ്ട് അമ്മൂമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യാറ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. നന്നായിട്ട് കൈ വെച്ച് ഇളക്കി ഒന്ന് മൂടി വയ്ക്കണം, ഓവർനൈറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ ഇത് ഇന്നലത്തെ കാര്യമാണ് കേട്ടോ. അപ്പം ഇന്നലെ മൂടി വെച്ച് രാവിലെ നോക്കിയപ്പോഴേക്കും നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത ഇഡലി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ആദ്യം ഇഡ്ഡലിത്തട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ഇഡ്ഡലിത്തട്ടിൽ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ അധികം പിടിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ ടേസ്റ്റും ഉണ്ട്, ഇഡലിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞാൽ. ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ മാവ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലിട്ടെടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ തിളച്ചുന്ന ആ സമയത്ത് നമ്മളത് വെക്കുകയാണെങ്കിൽ ഇഡലി പെട്ടെന്നാവുമല്ലോ. പെട്ടെന്ന് സാമ്പാറും ഒക്കെ വെച്ചിട്ട്
അധികം നേരം നമ്മൾ അടുക്കളയിൽ നിൽക്കേണ്ടി വരില്ല, പെട്ടെന്ന് പരിപാടിയും കഴിയും. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെയാണ് ചെയ്യാറ് തിളയ്ക്കുന്ന സമയത്ത്. ചിലർ ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് ഇഡ്ഡലി തട്ടെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി വയ്ക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ വയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വയ്ക്കാറ്. അപ്പം നമുക്ക് ഇനി അതിലേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട്, മാവ് നിറയെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊങ്ങി അതിൻ്റെ ഷേപ്പൊന്നും ഇല്ലാതാവും. അതുകൊണ്ട് ഞാനങ്ങനെ മാവ് ഒരുപാട് നിറച്ചൊഴിക്കരുത്. അങ്ങനെ അതിന് പുറത്തോട്ട് പോകരുത്, കുറച്ച് ഒന്ന് പൊങ്ങി വരുമല്ലോ, അപ്പോൾ അത് അതിനനുസരിച്ച് അത് ഒഴിക്കാവുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കുവാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാനിത് ഫുള്ള് മാവ് എടുക്കുന്നില്ല. നാളെ ഇന്ന് ഇഡ്ഡലിയാണെങ്കിൽ നാളെ മിക്കവാറും ദോശയായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാവ് മാറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അപ്പം തന്നെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടും. എനിക്ക് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് സാമ്പാർ വയ്ക്കാൻ പോണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, ഒരു തക്കാളി സാമ്പാർ, തക്കാളി കൂടുതലിട്ടിട്ടുള്ള സാമ്പാറിൻ്റെ തക്കാളി സാമ്പാർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സാമ്പാർ വയ്ക്കുക. നമുക്ക് അത്യാവശ്യമുള്ള കഷ്ണങ്ങളെല്ലാം, കിഴങ്ങ്, സവോള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പെട്ടെന്നൊരു സാമ്പാറും വെച്ചിട്ടുണ്ട്. കൂടുതൽ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി വൈകുന്നേരം അരിഞ്ഞു വയ്ക്കാറുണ്ട്. അപ്പോൾ സാമ്പാർ വെച്ച സമയത്തേക്ക് ഇഡ്ഡലി ആയിട്ടുണ്ട്. 5-10 മിനിറ്റ് ആയപ്പോഴും നന്നായിട്ട്, 10 മിനിറ്റ് വേണ്ട, ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പൈപ്പിൽ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ പിടിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ വെച്ചിട്ട് മുക്കി വയ്ക്കും കുറച്ച് നേരം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് മാറിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി എടുക്കാൻ പറ്റും. പെട്ടെന്ന് പണി തീരണമെന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാത്തവർക്ക് സാധാരണ അതിങ്ങനെ ആവി പോയി അതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതെടുത്ത് മാറ്റാം. ആ സമയത്തേക്ക് ഇത് അല്ലി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ്. അത് കഴിഞ്ഞ് അല്ലി ഒന്ന് ഉറങ്ങി, ഇത്തിരി നേരം കൂടെ ഉറങ്ങി. അപ്പോഴേക്കും ഞാൻ ഇഡ്ഡലി ഇങ്ങനെ എടുക്കുവാണ്. ഇങ്ങനെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചാണ് എടുക്കുന്നത്, ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി കേട്ടോ. എനിക്കിങ്ങനെ ഇപ്പം അരിപ്പൊടി വെച്ചിട്ട് വെക്കുന്നത് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പച്ചരി ഇട്ടാലും അതും എളുപ്പമാണ്. ഇപ്പം അരിപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഒരു പാടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പച്ചരി ഇല്ലെങ്കിലും അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, പച്ചരി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ മുറിച്ച് നോക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇഡ്ഡലി വെച്ച് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുമോ, എങ്ങനെയുണ്ട് ഇഡ്ഡലി, നല്ല സോഫ്റ്റായിട്ട് വന്നോ, എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്ക് സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ ചട്നി മാത്രം മതി. നല്ല കട്ടൻ ചായയും ഇഡ്ഡലിയും ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോഴാണെങ്കിൽ ചട്നിക്കാണെങ്കിൽ ടേസ്റ്റ് കൂടും. വൈകുന്നേരം ആകുമ്പോഴും ഇഡ്ഡലി കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഉച്ചയൂണിന് ഞാനിങ്ങനെ സോയയുടെ ഒരു ഫ്രൈ പോലെ ചെയ്തായിരുന്നു. അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പാവയ്ക്ക ഇങ്ങനെ നമ്മൾ മീൻ ചേർക്കുന്ന സാധനമെല്ലാം കൂടി പാവയ്ക്ക ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിട്ട് ഇത്തിരി വീതിയിൽ അരിയും കേട്ടോ, തീരെ നൈസായിട്ടല്ല. എന്നിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്ത് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കും. ഒരുപാട് അങ്ങ് മൊരിക്കത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, കയ്പും കാണത്തില്ല. ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചെയ്താണ് കേട്ടോ. നല്ലതായിരുന്നു. അവരും പറഞ്ഞു കയ്പൊന്നും അധികം കാണില്ല, പക്ഷേ കയ്പൊന്നും നോക്കിയിട്ട് ഇല്ലായിരുന്നു കേട്ടോ. നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
അപ്പം ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ബീച്ച് വരെ പോയായിരുന്നു ഇവിടെ അടുത്ത്. ഞാൻ വേറൊരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബീച്ച്. അവിടെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി എടുത്ത് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ മസ്കറ്റിൽ അമറത്തിൽ ഒരു മലയുടെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. എന്ത് രസമാണെന്നറിയോ രാത്രി. വീഡിയോയിൽ എത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ലാതെ കാണുന്നുണ്ട്. എന്നാലും നേരിട്ട് കാണാനായിട്ട് നല്ല നല്ല രസമാണ്. ആ എൻഡിൽ ലൈറ്റൊക്കെ, ആ എൻഡിൽ അവിടെ ബീച്ചാണ്, അവിടെ നിന്ന് അങ്ങോട്ട് കടലാണ്, കപ്പലൊക്കെ ലൈറ്റ് നല്ല കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നി എനിക്ക്. വ്യൂ പോയിൻറ്റ് മുകളിൽ കയറാൻ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ടയർഡായിരുന്നു, പക്ഷേ മുകളിൽ ചെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇത് മസ്റ്റായിട്ടും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ചില ബ്ലോഗിലൊക്കെ ഞാനിതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മലയുടെ മുകളിൽ വ്യൂ പോയിൻറ്റിലല്ലാതെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ നല്ല നല്ല ഭംഗിയാണ്, അത് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് മുകളിൽ കയറിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നല്ല എനിക്കിഷ്ടം തോന്നി, അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി നമ്മുടെ മലബാർ കഫേ അങ്ങനെ എന്തോ ഒരു കടയുടെ പേര്, അവിടെ നല്ല കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഫി എല്ലാം കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.